ഹൈ മക്കളെ, അപ്പോൾ നമ്മുടെ ഓണം എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. ഓണം എക്സാം എന്ന് പറഞ്ഞാൽ പ്ലസ് വൺ സ്റ്റുഡൻസിന് അറിയാം നിങ്ങൾക്ക് എന്താണ് പ്രോപ്പറായിട്ടൊരു ഓണം എക്സാമും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടുള്ളത്. സ്കൂൾ വൈസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ പലരും ചെയ്തിട്ടുള്ളൊരു മിസ്റ്റേക്കാണ് എന്തെന്ന്, വേണ്ട രീതിയിലുള്ള ഇമ്പോർട്ടൻസ് മക്കൾ ഓണം എക്സാമിന് കൊടുത്തിട്ടില്ല. എങ്കിലും ഓണം എക്സാമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ആ വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഓണം എക്സാമൊക്കെ കഴിയുന്നതിൻ്റെ കൂടെ തന്നെ നമുക്കിതാ എൻഡ് ആകാൻ പോകുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ ജ്വാല ബാച്ച് 1 ഇയറിലേക്ക് പർച്ചേസ് ചെയ്യാനുള്ള നിങ്ങളുടെ ഓഫർ എൻഡ് ആകാൻ പോവുകയാണ്. ഓഗസ്റ്റ് 28 വരെ മാത്രമാണ്. അപ്പം ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കൾ ഇതാ പെട്ടെന്ന് തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യാം കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, ഇതാ ഇപ്പോൾ ഒരു ഓണം എക്സാമിന് തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട, ഈ ഒരു പോയിന്റിൽ നിന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. സാറ് പറയാം, അതായത് ഇപ്പോൾ ഓണം എക്സാം സ്കൂൾ വൈസ് ആണെങ്കിലും അതിനെ അടിപൊളിയായിട്ട് എന്താണ് ട്രീറ്റ് ചെയ്ത് എത്ര കുട്ടികളുണ്ട്. അടിപൊളിയായിട്ട് പഠിച്ച് തുടങ്ങി കൃത്യമായിട്ട് നമ്മളത് റിവൈസ് ഒക്കെ ചെയ്ത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് എത്ര മക്കളുണ്ട്. അതേപോലെ തന്നെ അടിപൊളിയായിട്ട് എക്സാം എഴുതി നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യും എന്ന് ഉറപ്പിച്ചിട്ട് എത്ര കുട്ടികളുണ്ട്, അല്ലെങ്കിൽ ഉറപ്പായിട്ടുള്ള എത്ര കുട്ടികളുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ചിന്തിക്കുക, ഇതേപോലെ പോയാൽ മതിയോ ഈ ഒരു വർഷം എന്നുള്ളതും കൂടി ഈ ഒരു പോയിന്റിൽ നിന്ന് നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, ഓണം എക്സാം ഓക്കെ വേണ്ട സീരിയസ് ആയിട്ട് മക്കൾ ചിന്തിച്ചിട്ടില്ല. പലരും എന്താണ് വൺ ഷോട്ടും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് എക്സാം ചെയ്തിട്ടുണ്ടാവുക അല്ലേ, അല്ലെങ്കിൽ എന്താണ് സിലബസ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഒരു പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് അങ്ങനെ ചെയ്താൽ മതിയോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഷുവറായിട്ട് പറയാം, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാർക്ക് കിട്ടില്ല എന്ന് മാത്രമല്ല പലരും ഫെയിൽ ആവുകയും ചെയ്യും, അതിലൊരു ഡൗട്ടും വേണ്ട. സോ അവിടെയാണ് നമ്മളത് ബാച്ചിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഒരു എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, അത് ഇന്ന ടൈം ആകുമ്പോൾ നമ്മൾ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. ഇന്ന ടൈം ആകുമ്പോൾ നമ്മളത് സിലബസ് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇത്ര ദിവസങ്ങൾ നമ്മൾ റിവൈസ് റിവിഷൻ ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇത്ര പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇത്ര ചാപ്റ്റർ വൈസ് എക്സാമുകൾ നമ്മൾ എഴുതേണ്ടതുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് പോയാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ ഇപ്പോൾ നമുക്ക് പറ്റുള്ളൂ. കാരണം നമുക്കറിയാം, വർഷം എക്സാമിന് അത്രത്തോളം ടഫായി വരികയാണ്. ആപ്ലിക്കേഷൻ ലെവൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു പ്രോപ്പർ എക്സാം അല്ലെങ്കിൽ ഒരു പബ്ലിക് എക്സാം അല്ലാത്തതുകൊണ്ടാണ് മക്കൾക്ക് അത് കൃത്യമായിട്ട് അറിയാഞ്ഞത്. സ്കൂൾ വൈസ് നടത്തിയ എക്സാം ആണ്. ഒരു പബ്ലിക് എക്സാം ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ നിന്ന് മനസ്സിലാവുമായിരുന്നു എങ്ങനെ ഏത് ലെവൽ ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് ഉണ്ടാവുക എന്നുള്ള കാര്യം. ഓക്കെ, അത് നിങ്ങൾക്ക് വ്യക്തമാവും. ഇപ്പം നിങ്ങൾക്ക് എന്തായാലും ക്രിസ്മസ് എക്സാം പബ്ലിക് എക്സാം ആയിരിക്കും, അതോടെ നിങ്ങൾക്ക് മനസ്സിലാവും. സോ അതിന് മുൻപേ പഠിച്ച് തുടങ്ങേണ്ട കാര്യങ്ങൾ പഠിച്ച് തുടങ്ങുക, പഠിച്ച് തീർക്കേണ്ട കാര്യങ്ങൾ പഠിച്ച് തീർക്കുക. അടിപൊളിയായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക തന്നെ വേണം. അവിടെയാണ് നമുക്ക് നമ്മുടെ ബാച്ചും കാര്യങ്ങളൊക്കെ അത്യാവശ്യമുള്ളത്. സോ ഈ വർഷം നല്ല മാർക്ക് സ്കോർ ചെയ്യണം, അല്ലെങ്കിൽ നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോകണം. അടുത്ത വർഷം +1 +2 എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യേണ്ടതുള്ളതാണ്. എനിക്ക് നല്ല അടിപൊളിയായിട്ട് പഠിച്ച് വേണം ഹയർ സ്റ്റഡീസിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് എന്ന് ആഗ്രഹിക്കുന്ന മക്കളാണെങ്കിൽ, മാർക്ക് വേണം എന്ന് ഉറപ്പിച്ച കുട്ടികളാണെങ്കിൽ എത്രയും പെട്ടെന്ന് ബാച്ചിൽ ജോയിൻ ചെയ്തുള്ള ഒരു ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാതെ വേണ്ട രീതിയിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനോ നല്ല മാർക്ക് സ്കോർ ചെയ്യാനോ പറ്റുന്നതല്ല എന്ന് നിങ്ങൾക്ക് സ്വയം ഒരു ബോധ്യം ഉണ്ടാക്കിയെടുക്കുക നിങ്ങൾ. ഓക്കെ, അത് മനസ്സിലാക്കിയെടുക്കുക. റെഡി? അങ്ങനെയാണെങ്കിൽ ആ ഓഫർ മിസ്സാക്കേണ്ട. ഓഗസ്റ്റ് 28 വരെ മാത്രമേ ഉള്ളൂ നമ്മുടെ ഓഫറും കാര്യങ്ങളും. അപ്പോൾ പെട്ടെന്ന് തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്, ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് സെറ്റാക്കുകയും ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ ബൈ മക്കളെ.